സ്ട്രെയിറ്റ് ഫോർവേഡ് ആറ്റിറ്റ്യൂഡും ഉണ്ട്. ജനഹൃദയങ്ങളുടെ ഹൃദയകർമ്മ the one and only Mr. Nivin. So yes, please give him a big round of applause. Okay. Okay. Good morning. എന്താ ഒരു ശബ്ദം? ഓക്കെ. എല്ലാവർക്കും എൻ്റെ ഹായ്. ഇപ്പം ഓൾറെഡി തീപ്പൊരി പ്രസംഗങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ പറയാൻ വെച്ചേക്കുന്നത് എല്ലാം നീതു മാം ഇട്ട് അലക്കി. ഇനിയിപ്പോൾ ഞാൻ എന്ത് പറയാനായിട്ട് ഇവിടെ വന്നിട്ട്? ഓക്കെ, എനിക്കിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറയാനായിട്ടില്ല. പക്ഷേ ഞാൻ ആദ്യം തന്നെ കുറച്ച് ഫോർമൽ ആവാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എനിക്ക് അങ്ങോട്ടേക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ഇവിടെ. അപ്പം ഞാൻ ആദ്യം തന്നെ വേദിയിലിരിക്കുന്ന നമ്മളുടെ ചീഫ് ഗസ്റ്റ് സർ, പിന്നെ നീതു മാം, പിന്നെ കാപ്പി കളറിലെ ഡ്രസ്സ് ടച്ച, പിന്നെ എന്നെ ഒരുപാട് അങ്ങോട്ട് പുകഴ്ത്തിയ നമ്മളുടെ മാനേജർ. ഇങ്ങോട്ടേക്ക് നോക്ക്, കൈയടിക്കട്ടോ, കുറച്ചൊക്കെ കൈയടിക്കാം. പിന്നെ പേളിമാണിനെ പോലെ ഇരിക്കുന്ന മുടിയുള്ള നമ്മളുടെ മാഡം, പിന്നെ ആളുകളുണ്ടാകുന്നത് ഇരിക്കുന്നു നമ്മളുടെ കണ്ണാടി വെച്ച സാർ. ഇത്രയൊക്കെ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി. ഞാൻ എല്ലാവരുടെ വേദിയിലേക്ക് ഓൾറെഡി സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ കൂടുതലൊന്നും മറച്ചു കിട്ടാതെ കാര്യം പറയാം. അല്ലെ, നിങ്ങൾക്ക് ആരൊക്കെ എന്നെ കണ്ടിട്ടുണ്ട്? നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും എടുത്ത് വെച്ചേക്കുവാണോ? അത് കോൺവെക്കേഷൻ തുടങ്ങിയിട്ടില്ല. ആർക്കും നമ്മൾ കൈ കുത്താമോ? അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇവിടെ ഇറങ്ങി പോകും. ഓ, ചേട്ടന്മാരുടെ കയ്യിൽ മൊബൈലാണല്ലോ, കുഴപ്പമില്ല. അപ്പോ എനിക്കിപ്പോ നിങ്ങളോട് പ്രത്യേകിച്ച് മെസ്സേജ് തരാനായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിനുടമയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. നിങ്ങൾ ചിലപ്പോൾ യെസ് എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം, ഇല്ലെന്ന് പറഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല. അപ്പോ മാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജെൻസി വൈബ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ ചുറ്റും ഉള്ളവർക്ക് ഒരു പ്രത്യേകതരം ഒരു അവജ്ഞതയാണ്, പുച്ഛമാണ്. കാരണം എന്താ, നമ്മള് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യം പറയുന്നു. നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മളുടെ ലൈഫിനെ കെട്ടിപ്പടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ പല പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് ചെയ്തു. അത് എന്താ പറയാ, പഴയ ജനറേഷൻ ഞാൻ തള്ളി പറയില്ല, പക്ഷെ അവർക്ക് അങ്ങോട്ടേക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ട്. അത് കുഴപ്പമൊന്നും ഇല്ലെന്ന് അവർ അവിടെ തന്നെ വെച്ചോട്ടെ. പക്ഷെ ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇത് നിങ്ങളുടെ ലൈഫാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇന്ന് തലയിൽ തൊപ്പിയിട്ടിട്ട് ഇവിടെ കോൺവെക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പം ദിസ് ഈസ് യുവർ ഡേ. ആൻഡ് എന്നെ നിങ്ങളൊരു സെലിബ്രിറ്റി ആയിട്ടൊന്നും കാണണ്ട, പക്ഷെ നിങ്ങളാണ് ഇന്നത്തെ ഏറ്റവും വലിയ സെലിബ്രിറ്റീസ്. കൈയടിക്കുന്നതൊക്കെ പങ്കിടാനും പറയുമ്പോഴത്തേക്കും കൈയടിക്കണം. നല്ല ശരിയാണ്, അച്ഛൻ ഇഷ്ടപ്പെട്ടു, നല്ല ക്യൂട്ടല്ലേ. ഓക്കെ, വിഷയത്തിലേക്ക് മാറിപ്പോയി. വിഷയത്തിൽ നിന്ന് തെന്നി മാറിപ്പോയി. അപ്പോ എനിക്കും ഒരുപാട് ഇതേപോലെ ബേസിക്കലി ഞാൻ എൻ്റെ ഏജ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ബട്ട് എൻ്റെ മനസ്സുകൊണ്ട് ഞാനൊരു ജെൻസിയാണ്. എന്നറിയപ്പെടാനാണ് താല്പര്യം. തോന്നുന്നില്ലേ? നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഇല്ലേ? ആരാണ് പറഞ്ഞത്? അങ്ങോട്ടേക്ക് സ്റ്റേജിലേക്ക് മാറും. ഞാൻ വരും അങ്ങോട്ടേക്ക്. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ യെസ് അങ്ങോട്ട് ഉത്തരം പറഞ്ഞാൽ മതി കേട്ടോ. യെസ്. ഓക്കെ, എനിക്കും വേണ്ട, എനിക്ക് വലിയ ആഗ്രഹങ്ങൾ, എനിക്ക് വലിയൊരു സന്തോഷം വേണ്ട. എനിക്ക് നിങ്ങളിപ്പം ഇടയ്ക്കൊക്കെ കള്ളം പറഞ്ഞോളൂ. ഇങ്ങനെയുള്ള കള്ളം ആരുടെ ഫോണാണ് അടിക്കുന്നത്? എന്റെ കോൺസെൻട്രേഷൻ പോകും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ എന്നെ തന്നെ സ്നേഹിച്ചു. അപ്പം ഒരുപാട് റിജക്ഷൻസിൽ നിന്നാണ് ഞാൻ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് രണ്ട് രീതിയിൽ നമ്മുടെ ലൈഫിനെ നോക്കിക്കാണാം, അതുപോലെ ചൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ലൈഫിനെ വളരെ എന്താ പറയുക, വെൽ പ്ലാൻഡ് ആയിട്ടുള്ള പുറത്ത് എല്ലാവരും നമ്മുടെ ലൈഫിനെ ബെസ്റ്റ് ആയിട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. അതിൽ നിങ്ങൾ നീതൂസ് അക്കാഡമിനെ ഒരു പാർട്ടാക്കി അതിന് ബിഗ് കൺഗ്രാറ്റ്സ് ആണ്. ഓൾസോ നിങ്ങൾ വളരെ നല്ലൊരു തീരുമാനമാണ് എടുത്തത്. അപ്പോൾ നീതൂസ് അക്കാഡമിന് എന്താ പറയാ, ഞാൻ ഇതിന് മുന്നേ പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, എവിടെ എടപ്പള്ളി ടോളില് ഇങ്ങനെ പ്രിയങ്ക ചോപ്രേനെ പോലെ നമ്മള് നീതു മാം ഇവിടെ ഇങ്ങനെ
ബ്ലോക്കിനിടയിൽ ഇങ്ങനെ നീരസ് അക്കാഡമി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഫ്ലെക്സ് ഞാൻ എപ്പോഴും കാണാറുണ്ട്. ശരിയല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോ നീരസ് അക്കാഡമിയെ പറ്റിയിട്ട് ഇപ്പൊ കൂടുതലായിട്ട് എനിക്ക് അറിയാനായിട്ട് പറ്റി. അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് നിങ്ങൾ ഇവിടെ ഇന്ന് സക്സസ്ഫുൾ ആയിട്ട് നിങ്ങളുടെ ലൈഫിനെ കൊണ്ടുപോയി ഇവിടെ കോൺവെക്കേഷൻ സെറിമണിയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും എൻ്റെ ഓൾ ദ ബെസ്റ്റ്. ലവ് യുവർ സെൽഫ്. ആർക്കും വേണ്ടിയിട്ടും നിങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കടമകൾ ചെയ്തോളൂ, ബട്ട് നെവർ എവർ സാക്രിഫൈസ് യുവർ ലൈഫ്. ഇവൻ യുവർ ഫ്രണ്ട്സ് നിങ്ങളുടെ കൂടെ ഉണ്ടാകും, നിങ്ങളുടെ കസിൻസ് ഉണ്ടാകും ഒരു സമയത്ത്. പക്ഷേ നിങ്ങളുടെ എൻറ്റയർ ലൈഫ് ലോങ്ങിൽ നിങ്ങൾ ഏൺ ചെയ്യുന്ന ഈ ഒരു എഡ്യൂക്കേഷൻ, നിങ്ങളുടെ അറിവ്, അത് മാത്രമേ നിങ്ങളുടെ കൂടെ ഉണ്ടാവുള്ളൂ. അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരാളായതുകൊണ്ട് ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് നീതൂസ് അക്കാഡമി. പിന്നെ എൻ്റെ ഈ കത്തിവാക്കുകൾ കേട്ടിരുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സ് ആൻഡ് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നന്ദി, നമസ്കാരം. ഒരു റിക്വസ്റ്റ് ഉണ്ടല്ലോ, പാട്ട് പാടാവോ? എല്ലാവരുടെ ആഗ്രഹമാണ്. ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് പാടുപെട്ടത് മതിയായില്ലേ? ഓരോരുത്തരുടെ മുഖങ്ങൾ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിറങ്ങി പോകൂ എന്നുള്ള മുഖഭാവത്തോടു കൂടിയാണ് നിൽക്കുന്നത്. വല്ലപ്പോഴൊക്കെ ചിരിക്കാം. ആ അറ്റത്തിരിക്കുന്ന താഴത്തേക്ക് നോക്കിയിരിക്കുന്ന ആ കുട്ടി, യെസ് യു ചിരിക്കും. ഇങ്ങനെ ചിരിക്കണം കേട്ടോ. നിങ്ങളുടെ ചിരികളും നിങ്ങളുടെ കയ്യടികളുമാണ് ഓരോ കലാകാരന്മാർക്കും പ്രചോദനം. എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞത്? ശരിയല്ലേ? വല്ലപ്പോഴൊക്കെ ചിരിക്കും സാർ. ഇത്രയും നല്ല ചിരി ഉണ്ടാക്കി ഇങ്ങനെ ഇരിക്കുക. നിങ്ങൾ ചിരിക്കുകയോ? വെറുതെ ഒരാഴ്ച കളിയാക്കി ചിരിക്കാം, അല്ലാതെ എങ്ങനെ വേണമെങ്കിലും ചിരിക്കും, പക്ഷെ ചിരിക്കണം. ഓക്കെ, പാട്ട് പാടണോ? കരോക്കെ ഇല്ലാതെ ഞാൻ പാട്ട് പാടാറില്ല. എവിടെ എന്റെ കരോക്കെ? ഓക്കെ, വേണ്ട, കരോക്കെ വേണ്ട. അത് പാടാൻ കുഴപ്പമില്ല, പാടട്ടെ. ഓക്കെ, എനിക്ക് നീതുമാമിനെ കണ്ടപ്പോൾ ഒരു പാട്ട് ഓർമ്മ വന്നു. ഇതൊക്കെ നിങ്ങൾ എങ്ങനെ ക്യാപ്ഷൻ വരുന്നത്? പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞു. കൊള്ളാം. പാട്ട് പാടിയിട്ടില്ല, അപ്പൊ കൈ അടിച്ചാൽ മതി കേട്ടോ. പാടട്ടെ ഇത് പിച്ച് കളയരുത്. ഓക്കെ. നിന്നും താരമായിരുന്നു നെഞ്ചരമേ വേനൽ മാറി പെയ്തറിഞ്ഞു പോകും ഗസലാൽ പാടും നീരാവേ ഓർമ്മകൾ ഇശലിൽ താളങ്ങളായി മാറി ഈ മുമ്പരം ഓരിതാ ജീവനിൽ ആദ്യമായിട്ടാണ് ഒരു പാട്ട് പാടിയിട്ട് ഇത്രയും കല്യാണം കിട്ടുന്നത്. ധന്യമായ എന്റെ ജീവിതം. ഓക്കെ, അപ്പോ ഡാൻസ് കളിക്കാം, തീർച്ചയായിട്ടും കളിക്കാം. ഓക്കെ, ഞാൻ ഡാൻസ് കളിക്കാം, പക്ഷെ എനിക്ക് നീതുമാമി കൂടിയിട്ട് 2 സ്റ്റെപ്പ് എന്റെ കൂടെ കളിക്കണം. ഓക്കെ, നമ്മുടെ മ്യൂസിക് ഹാൻഡിൽ ചെയ്യുന്ന ചേട്ടന്മാർ എവിടെ? ഓക്കെ, എനിക്കിപ്പം മാമിനെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് തോന്നിയത് എന്താ പറയാ, രസികളില്ലേ,
പ്രിയങ്ക ചോപ്ര നിങ്ങൾക്ക് തോന്നിയോ ഒരു പ്രിയങ്ക ചോപ്ര വൈബുണ്ടെന്ന് തോന്നിയോ? പറയൂ, നിങ്ങൾ പിള്ളേരല്ലേ, നിങ്ങളല്ലേ നിങ്ങളുടെ മാമിനെ എത്രയും പെട്ടെന്ന് സ്റ്റേജിൽ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ ഡേഴ്സികളുണ്ട്. ഇതോ മാഡം വരും, കണ്ടാ അറിയാം മാഡം ഒരു നല്ല നർത്തകിയാണ്. വാ താങ്ക് യു. സന്തോഷമായല്ലോ, സന്തോഷമായോ? ഇതെങ്കിലോ എനർജിയിൽ പറയൂ. സെലിബ്രേറ്റ് യുവർ ഡേ, ഇറ്റ്സ് യുവർ ഡേ. ജർമ്മനിയിൽ പോയിട്ട് കുറച്ച് ചോക്ലേറ്റ് ഒക്കെ നിങ്ങൾ തരണം കേട്ടോ. ഓക്കെ മാം, ഞാൻ ജർമ്മനിയിൽ പോകുന്നുണ്ടെങ്കിൽ എന്നെ പഠിപ്പിക്കുമോ കുറച്ച്? ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു.